ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൊടിമര പ്രതിഷ്ഠയിൽ കേസെടുത്ത് അന്വേഷണമുണ്ടാകും. കൊടിമരം മാറ്റിയതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് സൂചന. ആരെയൊക്കെ പ്രതിയാക്കണമെന്ന് പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ അന്വേഷണം ഇങ്ങനെ വിപുലീകരിക്കപ്പെടുകയാണ്. മൂന്നാമത്തെ കേസ് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശബരിമലയിലെ കൊടിമര മാറ്റം ആരുടെ ആശയമായിരുന്നു? അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? ആരിലേക്കൊക്കെയാണ് വാർത്തകളും തീരുമാനങ്ങളും എത്തിയത്? തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാകും. എഫ്ഐആർ ഉടൻ രജിസ്റ്റർ ചെയ്യുമോ? മാധു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക പാളികളിൽ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് വിപുലമായ ഒരു സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളക്കിടയിൽ പരാമർശമായി വന്നതാണ് വാജിവാഹനം എവിടെ എന്നുള്ള ചോദ്യം. അതിൽ തുടങ്ങിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഒടുവിൽ എത്തി നിൽക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്നാമത്തെ ഒരു കേസിലേക്ക് വഴി തുറക്കുകയാണ്. കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണത്തിന് SIT ഒരുങ്ങുകയാണ്. അത് സംബന്ധിച്ചുള്ള പച്ചക്കൊടി ഇന്നലെ ഇറങ്ങിയ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു കേസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് SITയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാണാതായ വാജിവാഹനം അല്ലെങ്കിൽ കാണാനില്ല എന്ന് ആരോപിക്കപ്പെട്ട വാജിവാഹനം അത് തന്ത്രിയുടെ കണ്ഠര രാജീവരുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ SIT കസ്റ്റഡിയിൽ എടുക്കുകയും കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ബന്ധപ്പെട്ടായിരുന്നു അലിഗേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറം എന്തുകൊണ്ടാണ് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന് കാരണം ഇന്നലെ ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്, കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനെടുത്ത തീരുമാനമെന്ന് പറയുന്നത് അതിൽ ചെതലരിച്ചു തുടങ്ങി, അത് നശിച്ചു തുടങ്ങി എന്നുള്ളതായിരുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പുണ്ടായിരുന്ന കൊടിമരം അത് തടിയിലായിരുന്നില്ല, അത് കോൺക്രീറ്റ് തൂണിൽ തീർത്ത് അതിന് ചുറ്റും ആ കോൺക്രീറ്റ് തൂണിനകത്ത് സ്വർണം പൂശിയ പറയിട്ടുകൊണ്ടായിരുന്നു കൊടിമരം നിർമ്മിച്ചതെന്നാണ്. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ പഴക്കം, അതുമായി ബന്ധപ്പെട്ട് ഈ കോൺക്രീറ്റ് എന്നാണ് സ്ഥാപിച്ചത്, ഇതൊക്കെ സംബന്ധിച്ച ഒരു രേഖയും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല എന്നുള്ളതാണ് SITയിൽ സംശയമുണ്ടാക്കിയത്. അപ്പോൾ കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 2014 കാലഘട്ടത്തിലാണ്. അപ്പോൾ 2014 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കോൺക്രീറ്റ് തൂണിൽ ചിതലരിച്ചു എന്നുള്ള തീരുമാനം എടുത്ത കാലം മുതൽ ഇങ്ങോട്ട് അതിൽ ഫീനിക്സ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ സ്പോൺസറെ കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ആരംഭിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കും. ഈ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക പാളികൾ, കട്ടളപ്പാളികൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടം അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ SIT കൊടിമര കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആരെയൊക്കെ പ്രതി ചേർക്കണം എന്നുള്ള കാര്യത്തിൽ ഈ നിലവിൽ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും. അതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർ, അതിൽ ഉൾപ്പെട്ട പൂജാരിമാർ ഒക്കെ ഈ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന, കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന മുറയ്ക്ക് കൊടിമര കേസിൽ പുതിയ FIR വരുമെന്നുള്ള കാര്യം ഉറപ്പായി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. ദ്വാരപാലക പാളി, കട്ടിളപ്പാളി കേസുകൾക്ക് പുറമെ കൊടിമരവുമായി ബന്ധപ്പെട്ട കേസും രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുമുണ്ട്. അനന്തൻ, നോക്കൂ, വളരെ ഈ ശബരിമലയിലെ കൊടിമരം മാറ്റുന്നു എന്നുള്ള വാർത്തയൊക്കെ ആ കാലഘട്ടത്തിൽ വരുമ്പോൾ അത് ആചാരപരമായ, വിശ്വാസപരമായ, പരിപാവനമായ ഒരു സംഭവം ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള വാർത്തകൾ വിശ്വാസപരമായ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തവരാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം. അത് കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തവരാണ് കേരളത്തിലെ ഒരു വലിയ സമൂഹം എന്ന് പറയുന്നത്. അവിടേക്കൊക്കെ അന്വേഷണം പോവുകയാണ്. ഇതിപ്പോ കണ്ടതെല്ലാം കട്ടു എന്നൊരു നില വരുമോ? മാധു, ശബരിമലയിൽ സന്നിധാനത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഈ 2025 ദ്വാരപാലക പാളികൾ അവിടുത്തെ ദ്വാരപാലക പ്രതിമകളിൽ നിന്ന് നീക്കം ചെയ്ത് ശ്രദ്ധയിൽപ്പെട്ട ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള ന്യായാധിപൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഈ വലിയ സ്വർണ്ണക്കൊള്ളയുടെ വലിയ മഞ്ഞുമലയിലേക്ക് അന്വേഷണം വഴി തുറന്നത്. അതിപ്പോൾ ഈ 2019 സ്വർണ്ണക്കൊള്ളയ്ക്കും അപ്പുറം 2014 മുതൽ ഉള്ള കൊടിമര പ്രതിഷ്ഠ മുതലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം വഴിമാറുകയാണ്. ഹൈക്കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തെ ശബരിമലയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാൻ പോവുകയാണ് SIT എന്നുള്ള കാര്യമാണ്. അതിൽ ഈ കൊടിമര
കൊടിമരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രാഥമികമായ അന്വേഷണം വാജിവാഹനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 2014 അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് മഹേശ്വരരാണ് ഈ കൊടിമരം മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം ദേവസ്വം ബോർഡിന് മുൻപിൽ വെക്കുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്ത്രി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അത് ചെതലരിച്ചു. ആ പഴയ കൊടിമരത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളൊരു വാദത്തിന്റെ പുറത്തായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടി പുതിയ കൊടിമരത്തിന്റെ കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടി ഈ രേഖകൾ അന്വേഷിക്കുമ്പോഴാണ് അവിടെ നിലവിലുള്ള 2014 വരെ ഉണ്ടായിരുന്ന ആ കൊടിമരം എന്നാണ് സ്ഥാപിച്ചത്, അതിൻ്റെ ഉള്ളിൽ എന്താണ്, അതായത് സാധാരണഗതിയിൽ ഒരു ക്ഷേത്ര കൊടിമരം തീർക്കുന്നത് ഒന്നുകിൽ ഒറ്റക്കല്ലിൽ തീർത്ത തൂണിലായിരിക്കും, അതല്ലെങ്കിൽ തടിയിലായിരിക്കും. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും ശബരിമലയിലെ കൊടിമരം എന്നാണ് ധരിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ രേഖകൾ ഇതിനുള്ളിലുള്ള മെറ്റീരിയൽ എന്താണ് എന്നറിയാൻ വേണ്ടി രേഖകൾ പരിശോധിക്കുമ്പോൾ ആ കൊടിമരം എന്നാണ് സ്ഥാപിച്ചതെന്ന് പോലുമുള്ള രേഖകൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിലെ പറ പൊളിച്ച് നോക്കുമ്പോഴാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ടായത്. തടിയുമല്ല കല്ലുമല്ല, അത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ശബരിമലയിലെ പോലെ പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ അവിടുത്തെ നിലവിലുള്ള ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് 1970 കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് കോൺക്രീറ്റ് വെച്ചൊരു തൂണ് പണിഞ്ഞ് അതിൻ്റെ മുകളിൽ സ്വർണ്ണപ്പറ ഇടാൻ തീരുമാനിച്ചത്, അത് ആരാണ് തീരുമാനിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ കോൺക്രീറ്റ് തൂണ് ചെതലരിച്ചു എന്നുള്ള ഒരു വാദത്തിലാണ് പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ കൊടിമരം നിർമ്മിക്കാൻ അത് ഹൈദരാബാദിലുള്ള സ്പോൺസറെ എങ്ങനെ കണ്ടെത്തി, അവരെ എങ്ങനെയാണ്, അത് ടെൻഡർ ക്ഷണിച്ചാണോ അതോ മറ്റേതെങ്കിലും സ്പോൺസർമാരെയൊക്കെ പരിഗണിച്ചിട്ടാണോ അവരെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് ഈ വാജിവാഹനവും അഷ്ടദിക്പാലകരുടെയും കൈമാറ്റം. അപ്പോൾ വാജിവാഹനം ശരി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.